അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത്തഖീലത്തി അദ്രിക്നി യാ റസൂലല്ലാ യാ ഹബീബല്ലാ. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. നിങ്ങളൊക്കെയും ഈ വീഡിയോ അല്പം ദൈർഘ്യമുണ്ടെങ്കിലും നിങ്ങളിതിൻ്റെ അവസാനം വരെ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, വളരെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നാം ഈ ചാനൽ മുഖേന പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ വില അതിനെത്ര നമ്മൾ വില കെട്ടിയാലും ഒരിക്കലും അത് കണക്കാക്കാൻ നമുക്ക് കഴിയില്ല. അത്രയും വിലയുള്ള ഒരു സാധനമാണ് മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യത്വം. മാനവികത എന്നൊക്കെ നമ്മൾ വളരെ ഭംഗിയിലും വലിയ സൗന്ദര്യത്തിലൊക്കെ പറയാറുണ്ട്. എന്താണ് ഈ മാനവികത, അല്ലെങ്കിൽ എന്താണ് ഈ മനുഷ്യത്വം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അഭിമാനം എന്താണ്? പുതിയ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. എങ്കിലും അതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, പല ആളുകളെയും, മാന്യന്മാരായ ആളുകളെ പിച്ച് ചീന്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ, പുതിയ സംവിധാനങ്ങൾ എത്തി എന്നുള്ളത് വല്ലാത്ത ഒരു അവസ്ഥയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകൾ, അവരെ നാം തെറ്റിദ്ധരിക്കുകയാണ്. അവരിങ്ങനത്തവരാണ്, അവരങ്ങനത്തവരാണ്, അവരുടെ ചിന്തകൾ ഇങ്ങനെയാണ് എന്നൊക്കെ നാം അങ്ങോട്ട് വ്യാഖ്യാനിച്ച്, അവരൊരു പക്ഷേ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല. അവരെ അങ്ങോട്ട് പിച്ച് ചീന്തപ്പെടുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ മനുഷ്യരിൽ ചിലർ അതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട്ടെ ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്ത അത് പത്രങ്ങളിൽ നമ്മൾ കണ്ടു, വായിച്ചു. അദ്ദേഹം ആത്മഹത്യ ചെയ്യപ്പെടാനുണ്ടായ കാരണം പോലീസ്, കോടതിയൊക്കെ കണ്ടെത്തിയത് അതും നമ്മൾ പത്രത്തിൽ വായിച്ചു. തൻ്റെ കൂടെ താൻ യാത്ര ചെയ്തിരുന്ന ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന മറ്റൊരു വ്യക്തി, ഒരു സ്ത്രീ, അവരുടെ ചാനലിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഇല്ലാത്ത ഒരു സന്ദേശം വീഡിയോയിലൂടെ അത് പ്രചരിപ്പിച്ചു എന്നാണ് പത്രങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചത്. കേരളത്തിലെല്ലാ പത്രങ്ങളും എന്ന് വേണ്ട, മലയാളമല്ലാത്ത പത്രങ്ങൾ, ഹിന്ദി പത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങൾ, മറ്റു സംസ്ഥാനങ്ങളിൽ വരെ ചർച്ചയായൊരു വിഷയമാണ് ആ ഒരു സഹോദരൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ. യഥാർത്ഥത്തിൽ എന്തിനാണത് ചെയ്തത് എന്ന്, അതും ആ വീഡിയോ എന്തിനാണ് പ്രചരിപ്പിച്ചത് എന്നും പത്രങ്ങളിൽ വന്നു. ഒരുപാട് റീച്ചുണ്ടാവാൻ, ചാനലുകളിൽ വാർത്തയാവാൻ. ഒരു സഹോദരൻ, അദ്ദേഹം യാത്ര ചെയ്യുന്നു, അദ്ദേഹത്തെ ഇല്ലാത്തൊരു കഥ പറഞ്ഞ്
ആളുകളെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് വീഡിയോ പ്രചരിപ്പിക്കുകയും അത് ചാനലിലൂടെ അപ്ലോഡ് ചെയ്ത് ആളുകളിലേക്കെത്തി അത് ഒരുപാട് പ്രചരിച്ചു. അങ്ങനെ ആ സഹോദരന് വലിയ മനോവേദന ഉണ്ടായി. അദ്ദേഹം ആ മനോവേദനയാൽ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ശാന്തി ഉണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഒരു ആത്മഹത്യ ഇനി നമ്മളെ നാട്ടിൽ ഒരിക്കലും ഉണ്ടാവരുത്. മാന്യമായി ജീവിക്കാൻ, അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടുമായി തൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി ബസ്സുകളിലും മറ്റു ഗതാഗത മേഖലകളിലൊക്കെ യാത്ര ചെയ്തുകൊണ്ട് പൊതുവാഹനങ്ങളിൽ സഞ്ചരിച്ച് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശം രാജ്യത്തെ എല്ലാ പൗരനും ഉണ്ട് എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. അവരെന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തി വീഡിയോ ഇട്ട് അത് റീച്ചാക്കാൻ ആളുകൾ കാണിക്കുന്ന ഒരു താല്പര്യം, അത് അങ്ങേയറ്റ ദുഃഖകരമാണ്. ഒരു നിലക്ക് പറഞ്ഞാൽ അതൊരു മാന്യതയുള്ള ആളുകൾക്ക് ചേർന്നതല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ്റെ വില എന്ന് പറയുന്നത് വലിയ വിലയാണ്. അതാണല്ലോ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം മുസ്ലിങ്ങളായ ആളുകൾ ഖുർആൻ അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. എന്താണ് ഖുർആൻ മാനവികതയെ പറ്റി പറഞ്ഞത്? വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ മക്കളെ നാം ആദരിച്ചിട്ടുണ്ട്. ഖുർആൻ മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞില്ലല്ലോ. ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത് മുസ്ലിങ്ങളെ, അല്ലെ നിസ്കരിക്കുന്നവരെ, അല്ലെ ഹജ്ജ് ചെയ്യുന്നവരെ ഒന്നുമല്ല, മനുഷ്യരെ എന്നാണ് പറഞ്ഞത്. ആദം സന്തതികൾ എല്ലാവരും, എല്ലാ മനുഷ്യരും ആദം സന്തതികളാണ് എന്നാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ച. കുല്ലുക്കും മിൻ ആദം, എല്ലാവരും ആദമിൻ്റെ മക്കളാണ്. എല്ലാവരും മനുഷ്യർ മുഴുവനും ആദം സന്തതികളാണ്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്, ആദം സന്തതികളെ നാം ബഹുമാനിച്ചു എന്ന്. എത്ര സുന്ദരമായ ആശയമാണ്. ആ ആളുകളിൽ മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്, വേദങ്ങൾ അംഗീകരിക്കുന്നവരുണ്ട്, ദൈവത്തെ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. എല്ലാവരും മനുഷ്യർ. നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങളും അല്ലാത്തവരും, നമ്മുടെ രാജ്യത്ത് മതമില്ലാത്തവരും, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും, നിരീശ്വരവാദികളും, എല്ലാവരും യുക്തിവാദികളും, എല്ലാ ജനങ്ങളെയും അള്ളാഹു ഒരു ബഹുമാനം കൊടുത്തിട്ടുണ്ട്. അത് നമ്മളും കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാന്യതയുടെ ലക്ഷ്യം. അള്ളാഹ് മാന്യനാണല്ലോ. അള്ളാഹു കരീമാണ്, അള്ളാഹു മാന്യനാണ്. അള്ളാഹു കൊടുത്ത മാന്യത നമ്മൾ എന്തിനാണ് ഇല്ലാതെയാക്കുന്നത്? എന്നാൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും നമ്മുടെ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രചരിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ. ഇനി നമ്മുടെ ആശയങ്ങൾക്ക് എതിരായി വരുന്ന ആശയങ്ങളെ മാന്യമായിട്ട് നമുക്ക് വിമർശിക്കാനും അവകാശമുണ്ട്. അതൊക്കെ ആകുമ്പോഴും മറ്റൊരാളുടെ മാന്യതയെ, വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യാനോ സമൂഹ മാധ്യമത്തിൽ ആ വ്യക്തിയെക്കുറിച്ച് ഇല്ലാത്തത് പ്രചരിപ്പിക്കാനോ നമുക്ക് അവകാശമില്ല. ഇതാണ് സത്യം. ഈ ഒരു സന്ദേശം നാം മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അത്രത്തോളം
മാനുഷിക ബന്ധങ്ങളെ വളരെ സ്നേഹത്തോടെ ഊഷ്മളമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ കേരളം, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ. എല്ലാ മതങ്ങളും വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന നാടാണ്. മതങ്ങളെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, മതങ്ങൾ, വ്യത്യസ്തമായ മതങ്ങളിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നവും അതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലില്ല. ഇവിടെ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നു, ജുമുഅ നടത്തുന്നു, പെരുന്നാൾ നിർവഹിക്കുന്നു, സമ്മേളനങ്ങൾ ഉണ്ടാക്കുന്നു. അമുസ്ലിങ്ങൾ, ഹിന്ദുക്കളായ ആളുകൾ അവരുടെ ക്ഷേത്രത്തിൽ പോകുന്നു, അവർ ശബരിമലയിൽ പോകുന്നു, അവർക്കിഷ്ടമുള്ള അമ്പലങ്ങളിലേക്ക് പോകുന്നു, അവരുടെ വഴിപാടുകൾ നടത്തുന്നു. ക്രിസ്ത്യാനികളായ ആളുകൾ അവർ ചർച്ചിലേക്ക് പോകുന്നു, അവരെ കുർബാന നടത്തുന്നു. എന്തൊരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ലല്ലോ, ഉണ്ടാവാൻ പാടില്ല. അപ്പം മതങ്ങളിൽ വിശ്വസിക്കുമ്പോൾ പോലും അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലില്ലെങ്കിൽ പിന്നെന്തിനാണ് നമ്മുടെ നാട്ടിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരാളെ സമൂഹ മാധ്യമത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നത് എന്തിനാണ്? ഒരാൾ അങ്ങനത്തെ ഒരു ആളാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള നിഗൂഢമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ടാണല്ലോ ആ സഹോദരന് മനോവേദന ഉണ്ടായത്. അദ്ദേഹം ഒരു തെറ്റ് ചിന്തിക്കുന്ന ആൾ പോലും അല്ലാത്തത് കൊണ്ടാണ്. ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും ബോധ്യമാണ് ആ വീഡിയോ കണ്ടാൽ. അങ്ങനത്തെ ഒരു നിരപരാധിയായൊരു മനുഷ്യന് തീർച്ചയായും മനോവേദന ഉണ്ടാവും. ഇസ്ലാം പഠിപ്പിക്കുന്നത് ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തക്കി ദഅവത്തൽ മളുലും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചാണ്. ആക്രമിക്കപ്പെട്ടവൻ്റെ ആ ഒരു വേദന ഉണ്ടല്ലോ, അത് തീർച്ചയായും അതിൻ്റെ ഒരു അനന്തരഫലം ഇവിടുന്ന് തന്നെ കിട്ടും. ഒരാളെ ഉപദ്രവിച്ചാൽ, ഒരാൾ ആക്രമിച്ചാൽ, ഒരു നിരപരാധിയെ നമ്മൾ കുറ്റക്കാരനായി ചിത്രീകരിച്ചാൽ, അത് ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്താൽ, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ബന്ധങ്ങളെയാണ് ഇസ്ലാം വളരെ ബഹുമാനത്തോടെ കാണുന്നത്. കാരണം നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. തന്നെ കൊണ്ട് വിശ്വസിച്ചതിൻ്റെ പേരിൽ വളരെ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട, വല്ലാതെ ഉപദ്രവങ്ങളേറ്റ ഒരു വ്യക്തിത്വമായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിലാൽ മുഅസ്സിൻ എന്നും പറയും. റസൂലുള്ളാഹിൻ്റെ ബാങ്ക് വിളിക്കുന്നതാണ്. ആ ഒരു മക്ക വിജയം ഉണ്ടായ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക നബി തങ്ങളുടെ കീഴിൽ വന്നപ്പോൾ എല്ലാ അധികാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നടത്താമായിരുന്നു. തന്നെ ഉപദ്രവിച്ച് ആട്ടിപ്പായിച്ചവരോട് പ്രതികാരം ചോദിക്കാൻ പറ്റിയൊരവസരം, പക്ഷേ റസൂലുള്ളാഹി ഒരു പ്രതികാരവും അവരോട് ചെയ്തില്ല. അവർക്ക് മുഴുവനും മാപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, എല്ലാവരാലും പീഡിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, യജമാനൻ്റെ ഒട്ടകങ്ങൾ താമസിക്കുന്നിടത്ത് പോലും താമസിക്കാൻ അനുമതിയില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ തൊലിയുടെ നിറം കറുത്ത ഇരുണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മുടി സ്പ്രിങ് പോലെ ചുരുണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ചുണ്ട് തടിച്ച ചുണ്ടുകളാണ്. എല്ലാം കൊണ്ടും ഒരു വിരൂപിയായ, കറുത്തവനായ, നീഗ്രോവായ ഒരു മനുഷ്യൻ. പക്ഷേ ഹൃദയം നല്ല പച്ച ഹൃദയമാണ്, നല്ല പളുങ്ക് പോലെയുള്ള ശുദ്ധ ഹൃദയമാണ്. ആ ഒരു മഹാനായ വ്യക്തിത്വം അള്ളാഹു പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് കാണാൻ തൗഫീഖ് നൽകട്ടെ. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ റസൂല് അദ്ദേഹത്തെ ഉയർത്തുന്നത് എങ്ങനെയാണെന്നറിയോ? വിശുദ്ധമായ കഅബ നബിതങ്ങൾക്ക് കീഴിൽ വന്നപ്പോൾ, നബിതങ്ങളുടെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും അധികാരം നബിതങ്ങൾക്ക് ലഭിച്ചപ്പോൾ, നബിതങ്ങൾ
ആ കഴബാലയത്തിൻ്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ പറഞ്ഞപ്പോൾ അതാദ്യമായി ബാങ്ക് വിളിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹു. എല്ലാവരും അന്തം വിട്ട് അന്താളിച്ച് നോക്കുകയാണ്. ശത്രുക്കളായ ആളുകളൊക്കെ വളരെ ഇളുഭ്യരായി പോയൊരു സമയം. ഒരു കറുത്ത വർഗ്ഗക്കാരൻ, എത്രയോ വെളുവെളുത്ത ആളുകൾ, ഖുറൈശി യുവാക്കൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ പോലെ, സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിനെ പോലെ, ഉമർ ബിൻ ഖത്താബ് അതുപോലെ എന്നെപ്പോലെ, അലിയാർ തങ്ങളെപ്പോലെയുള്ള ധീരന്മാരും നല്ല ഖുറൈശികളിലെ പ്രധാനികളുമായ സ്വഹാബിമാരും ധനികന്മാരുമായ സഹാബിമാരുമൊക്കെ ഒരുമിച്ച് കൂടിയ സമയത്ത് അവരുടെ മുമ്പിൽ നിന്ന് ബാങ്ക് വിളിക്കാൻ ഉള്ള ഏറ്റവും വലിയൊരു അംഗീകാരം, ആ ആയിരക്കണക്കിന് സ്വഹാബിമാർ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ടൊരു മുഹൂർത്തം, അത് ഉപയോഗപ്പെടുത്താൻ, അതിന് നേതൃത്വം നൽകാൻ, അല്ലെങ്കിൽ ജനങ്ങളെ ആ പള്ളിയിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു നിയോഗിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്. ആ ഒരു അംഗീകാരമാണ്. ഈ കാലഘട്ടത്തിൽ അത് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് യൂട്യൂബർമാരും മറ്റുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള പ്രചരണം ഒരിക്കലും ശരിയല്ല. ഒരുപക്ഷെ റീച്ച് കൂടാം, ആളുകൾ ഒരുപാട് വീഡിയോ കാണാം, അതിനുവേണ്ടി എന്തും ചെയ്യുക എന്നുള്ള ഒരു നെറികെട്ട സ്വഭാവം ഒരു മനുഷ്യന് ചേർന്നതല്ല എന്നതാണ് നമ്മൾക്ക് സൂചിപ്പിക്കാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഖുർആൻ പറഞ്ഞു, ലാ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. നിങ്ങൾ പരിഹസിക്കരുത്. മാത്രമല്ല, ഒരാളെ ആക്ഷേപിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്, അയാളെ ഏതുപോലെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനും വിശദീകരിച്ചത്. ഖുർആൻ പറയുന്നു, നിങ്ങൾ മരിച്ചു കിടക്കുന്ന തൻ്റെ സഹോദരൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുമോ? നിങ്ങൾ വെറുക്കുന്നില്ലേ എന്ന പോലെയാണ് നിങ്ങളൊരാളെ കുറ്റപ്പെടുത്തുന്നത്, ഒരാളെ പരദൂഷണം പറയുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഹജ്ജത്തുൽ വദാഇൻ്റെ ആ ഒരു പുണ്യമാക്കപ്പെട്ട വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത് എല്ലാം പരിശുദ്ധമാണ്. കഹുറുമ്മത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിൻ്റെ പരിശുദ്ധി പോലെ, ഈ നാടിൻ്റെ പരിശുദ്ധി പോലെ, ഈ മാസത്തിൻ്റെ പരിശുദ്ധി പോലെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ച്, ആരെയും കൊച്ചാക്കാതെ, പരിഹസിക്കാതെ, നമ്മുടെ ആശയങ്ങൾക്ക് എതിരെ വരുമ്പോൾ നമുക്ക് ആശയം കൊണ്ട് നേരിടാം. ആശയം കൊണ്ട് നേരിടുന്നതിന് പ്രശ്നങ്ങളില്ല. പക്ഷേ വ്യക്തിഹത്യയിലേക്ക് അത് പോകാൻ പാടില്ല. ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലും മറ്റുള്ള സോഷ്യൽ മീഡിയകളിലെ അതിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ മറ്റുള്ളവരെ ഇകയറ്റിക്കൊണ്ടുള്ള വീഡിയോയും പിക്ചറുകളും സന്ദേശങ്ങളും ഇടാതിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ല സൗഹൃദത്തോടെ ജീവിതത്തെ സന്തോഷമായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, എല്ലാവരും ഇത് പ്രചരിപ്പിക്കണം. വലിയൊരു സന്ദേശമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.